ഡിയർ ഫ്രണ്ട്സ്, ജീസസ് യൂത്ത് കെയറോസ് ബഡ്സ് ഒരുക്കുന്ന പുൽക്കൂട്ടിലേക്ക് ഒരു തീർത്ഥാടനം 11ാം ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എങ്കിൽ നമുക്ക് മനോജച്ചന്റെ മെസ്സേജ് കേട്ടാലോ? ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈശോയുടെ ജനനത്തെ പറ്റിയുള്ളൊരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ സ്വർഗീയ സിംഹാസനങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി, പ്രത്യേകിച്ച് മാലകന്മാര് ഗ്ലോറിയ പാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഹരമായ ഒരു രംഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്നേഹം മനസ്സിലൊക്കെ നമുക്ക് തിരിച്ചറിയുമ്പോൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട്, ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം കേട്ടോ. ദൈവമായിട്ട് നമുക്ക് ഇന്നൊരു ദിവസം ഉണ്ണീശോട് പ്രാർത്ഥിക്കും. ഉണ്ണീശോയെ, നീ നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളും എല്ലാ യോഗ്യതകളും നമ്മുടെ എല്ലാ കൃപകളും ഒക്കെ അത് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനും എപ്പോഴും നമ്മുടെ കഴിവുകൾ കൊണ്ട് ഈശോയെ പ്രഘോഷിക്കുവാൻ, ഈശോയ്ക്ക് നന്ദി പറയുവാൻ, സ്തുതി പറയുവാനുള്ള കൃപയ്ക്കായിട്ട് ഇന്നൊരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പുണ്യത്തിന്റെ ഭൂമ്യത്തിലേക്ക് നമുക്ക് ഒരു പുണ്യം കൂടി ചാർത്താം. ഹായ് കൂട്ടുകാരെ, ഇന്ന് മനോജച്ചൻ നമുക്ക് പറഞ്ഞു തന്നത് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാൻ നമുക്ക് കടമയുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പൂവില് സ്തുതി എന്നാണ് എഴുതാൻ പോകുന്നത്. ഇപ്പൊ ഞാനിവിടെ ഈ പെറ്റലിൽ സ്തുതി എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളിത് പൂമത്തയിലേക്ക് ഒട്ടിച്ചു കൊടുക്കും. ഗ്ലൂ അപ്ലൈ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. മറ്റൊരു പുണ്യവുമായി നാളെ കാണാം. ബൈ. സുഹൃജപത്തോടു കൂടി പ്രാർത്ഥിച്ച് ഇന്നത്തെ തീർത്ഥാടനം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഇന്നത്തെ സുഹൃജപം ഏറ്റുചൊല്ലാം. ഉണ്ണീശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉണ്ണീശോയെ, ഉണ്ണീശോയെ, ഞങ്ങൾ അങ്ങേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു.